ഇരുന്നോ 4 മണിക്ക് നമസ്കാരം. എൻ്റെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി യേശുവിൻ്റെ കഴുത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചാർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ, പിന്നെ ഞങ്ങളുടെ ചക്കിയമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോളും അല്ല, ഞങ്ങളുടെ മോനും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണനെ കാലിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞ അത്ര സന്തോഷം. ചേച്ചി എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാൻ? വളരെ സന്തോഷമുണ്ട്. സന്തോഷം പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര ഹിറ്റായിരുന്നു. 2 കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടന്നു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് പറയാം. വീണ്ടും കുട്ടികളുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിലെ പല ഭാഗത്ത് പണ്ട് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെ കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെ മോളുടെ കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയുന്നത് അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹമാണ് ഗുരുവായൂരപ്പൻ സന്നിധിയിൽ. സാധാരണ രീതിയിലുള്ള വീടുകളിൽ നടക്കുന്നതല്ല, ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും അതിന് അങ്ങനെയില്ല. 60% ആഭാസമാണ് പറയുക. ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. അതൊരു ചെന്നൈയിൽ വെച്ചിട്ട് ഒരു തീരുമാനം. സുരേഷ് എല്ലാം സഹോദരൻ തന്നെയാണ്. എപ്പോഴും എല്ലാ കാര്യവും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ്. എൻ്റെ ജനമട്ട് അതേപോലെ ഇപ്പം മണ്ഡലകാലമാണ്. അപ്പം ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തർ ഉണ്ടായിരുന്നു.
അവർക്ക് തമിഴ് ആളുകൾക്ക് ജയറാമിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുക. അതായത് ഏറ്റവും വലിയ സന്തോഷം. യൂട്യൂബേഴ്സാണ്. കുഞ്ഞാ കയ്യൊക്കെ